എല്ലാവർക്കും അടുത്ത ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. അങ്ങനെ ട്രംപ് അധികാരത്തിൽ വന്നാൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് വളരെ വലിയ രീതിയിൽ മുകളിലോട്ട് പോവും എന്ന് എക്സ്പെക്റ്റ് ചെയ്ത മെജോറിറ്റി ആളുകളെയും ഡിസപ്പോയിൻ്റ് ചെയ്തുകൊണ്ട് ബിറ്റ്കോയിൻ്റെ പ്രൈസ് വളരെ വലിയ രീതിയിലാണ് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എസ്പെഷ്യലി ട്രംപ് അധികാരത്തിൽ വന്ന ജനുവരി 20 മുതൽക്ക് ബിറ്റ്കോയിൻ്റെ പ്രൈസ് താഴോട്ട് പോകാൻ തുടങ്ങിയാണ്. ഇപ്പോൾ $1,90,000 വരെ പോയ ബിറ്റ്കോയിൻ ഇപ്പോൾ നിലവിൽ $80,000 ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്നലത്തെ പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം $77,000 വരെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് താഴോട്ട് പോവുകയുണ്ടായി. ഇപ്പോൾ കഴിഞ്ഞ മാസമാണ് എന്നുണ്ടെങ്കിലും ഇപ്പോൾ ഫെബ്രുവരിയിൽ നമ്മൾ ഒരു ബുള്ളിഷ് ആയിട്ടുള്ളൊരു മാസമാണ് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈവൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഫെബ്രുവരി ബിറ്റ്കോയിൻ്റെ ചരിത്രത്തിൽ തന്നെ 2015 ശേഷമുള്ള ഏറ്റവും വേഴ്സ്റ്റ് ഫെബ്രുവരി ആയി മാറുകയാണ് ചെയ്തത്. ഇപ്പോൾ മാർച്ചിലാണെന്നുണ്ടെങ്കിൽ ഈ മാസമാണെന്നുണ്ടെങ്കിലും വലിയൊരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റിലൂടെയാണ് ബിറ്റ്കോയിൻ്റെ പ്രൈസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, പക്ഷേ നമ്മൾ ഓവറോൾ ബിറ്റ്കോയിൻ്റെ പ്രൈസ് മാത്രം നോക്കാതെ മറ്റുള്ള അസറ്റ് ക്ലാസ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വലിയ രീതിയിലുള്ളൊരു കറക്ഷൻ ഇപ്പോഴും ഉണ്ടായിട്ടില്ല എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഇപ്പോൾ ഉദാഹരണത്തിന് ബിറ്റ്കോയിൻ്റെ ഇപ്പോൾ ഈ ഒരു $80,000 എന്ന് പറയുന്നത് കഴിഞ്ഞ 3 മാസത്തെ ലോ പ്രൈസാണ്. അതായത് കഴിഞ്ഞ ഒരു നവംബറിലാണ് നമ്മൾ ഈ ഒരു പ്രൈസിലോട്ട് എത്തിയത്. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ S&P ആണെന്നുണ്ടെങ്കിൽ 7 മാസത്തെ ലോയിലാണ്, നാസ്ഡാക്ക് ആണെന്നുണ്ടെങ്കിൽ 8 മാസത്തെ, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് കഴിഞ്ഞ 1 ഇയറുമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കംപ്ലീറ്റ് പ്രോഫിറ്റും ഇറേസ് ചെയ്തിരിക്കുകയാണ്. ഇത്തേറിയം ആണെന്നുണ്ടെങ്കിൽ 4 വർഷത്തെ ലോ പ്രൈസിലാണ്, ടെസ്ല 4 വർഷത്തെ ലോ പ്രൈസിലാണ്, മാത്രമല്ല ഓൾ ടൈം ഹൈയിൽ നിന്ന് 55% താഴോട്ട് വന്നിരിക്കുന്നത്. സോ ഒട്ടുമിക്ക ആളുകളുടെയും ഇപ്പോഴുള്ള സംശയം എന്ന് പറയുന്നത് ഈ ബുൾ മാർക്കറ്റൊക്കെ തീർന്നോ, ഓൾറെഡി നമ്മൾ ഈ ഒരു സൈക്കിൾ ടോപ്പിലോട്ട് എത്തിയോ എന്നുള്ളതാണ്. ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ബുൾ മാർക്കറ്റ് തീർന്നു എന്ന് പറയാനുള്ള സമയം ഇനിയും ആയിട്ടില്ല. കാരണം നമ്മൾ കഴിഞ്ഞ 2 ബുൾ മാർക്കറ്റ് കമ്പയർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിലും ഇതേപോലെ മൾട്ടിപ്പിൾ ടൈംസ്, അതായത് 30% 40% മൾട്ടിപ്പിൾ ടൈംസ് ക്രാഷ് ആയിട്ടാണ് ഈ ഒരു സൈക്കിൾ ടോപ്പിലോട്ട് കഴിഞ്ഞ 2 ബുൾ മാർക്കറ്റിലും എത്തിയിട്ടുള്ളത്. സോ ഇതുവരെ നമ്മൾ ഈ ഒരു ബുൾ മാർക്കറ്റിൽ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ ഒരു 30% മുകളിൽ ക്രാഷ് ആവുന്നത്. സോ മൾട്ടിപ്പിൾ ടൈംസ് ഇനിയും ഇതേപോലെ ക്രാഷ് ആയിട്ടായിരിക്കും ഈ ഒരു ബുൾ മാർക്കറ്റിലും ഒരു സൈക്കിൾ ടോപ്പിലോട്ട് എത്തുക എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സോ ഹിസ്റ്റോറിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിലും ടെക്നിക്കലി ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒരുപാട് ക്രാഷുകൾ, ഇതിലും വലിയ ക്രാഷുകൾ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ബിറ്റ്കോയിൻ ഓവർകം ചെയ്തിട്ടുമുണ്ട്. അത് കാരണം കൊണ്ട് തന്നെ ഈ ഒരു ബുൾ മാർക്കറ്റ് തീർന്നു എന്ന് നമ്മൾ ഇപ്പം തന്നെ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ 2017 ബുൾ മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ചാർട്ട് നോക്കിയാൽ കാണാൻ സാധിക്കും. ഇപ്പോൾ ജനുവരിയിലാണെന്നുണ്ടെങ്കിൽ ഏകദേശം 33% ക്രാഷ് ആയിട്ടുണ്ട്. അതിനുശേഷം ഫെബ്രുവരിയിലാണ് എന്നുണ്ടെങ്കിൽ ഏകദേശം 34%. അതിനുശേഷം ഇവിടെ ജൂണിലാണെന്നുണ്ടെങ്കിൽ 38%, അഗെയിൻ മെയ്യിലാണെന്നുണ്ടെങ്കിൽ 33%, സെപ്റ്റംബറിൽ 40% ക്രാഷ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നവംബറിൽ 29%. സോ ഇത്രയും വലിയ രീതിയിലുള്ള ക്രാഷുകൾ മൾട്ടിപ്പിൾ ടൈംസ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിട്ടാണ് ഈ ഒരു $20,000 2017 ബുൾ മാർക്കറ്റിൽ എത്തിയിട്ടുള്ളത്. ഇതേപോലെ തന്നെയാണ് 2021 ബുൾ മാർക്കറ്റിലും ബിറ്റ്കോയിൻ്റെ പ്രൈസ് ബിഹേവ് ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു ബുൾ മാർക്കറ്റ് തീർന്നു എന്നൊന്നും പറയാറായിട്ടില്ല. ഇനിയും ഒരുപാട് സമയം നമുക്ക് മുന്നിലുണ്ട്. അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ, ഈ ഒരു വർഷത്തിൻ്റെ അവസാനത്തോട് കൂടിയിട്ട് നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു $80,000 നിന്നും ഒരുപാട് മുകളിലോട്ടായിരിക്കും ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല എന്നുള്ളതാണ് ഒന്നാമതായിട്ട് പറയാനുള്ളത്. ഇനി രണ്ടാമതായിട്ട്, എന്തുകൊണ്ടാണ് ബിറ്റ്കോയിൻ്റെ പ്രൈസും സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പ്രൈസും മൊത്തത്തിൽ താഴോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്? മേ ബി ഇതിന് ഒരുപാട് കാരണങ്ങളുണ്ടാവും. പക്ഷേ പല ആളുകളും പറയുന്നത്, അതായത് ലോജിക്കലായിട്ടുള്ള 2 കാരണങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പേഴ്സ്പെക്റ്റീവിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വരുന്ന 6 മാസത്തിൻ്റെ ഉള്ളിൽ US ഗവൺമെൻറ്റിന് ഏകദേശം $7 ട്രില്യൺ കടം, ഡെറ്റ് റീഫൈനാൻസ് ചെയ്യാനുണ്ട്. അതായത് US ഇപ്പോൾ നിലവിലുള്ള കടം, ഡെറ്റ് എന്ന് പറയുന്നത് $35 ട്രില്യൺ ആണ്. അതിൽ $7 ട്രില്യൺ ഓൾറെഡി വാങ്ങിച്ച കടം എല്ലാം ഈ ഒരു 6 മാസത്തിൻ്റെ ഉള്ളിൽ മെച്യൂർ ആവുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ മെച്യൂർ ആവുമ്പോൾ ഈ ഒരു US ഗവൺമെൻറ് എപ്പോഴും അവരുടെ അതായത് പഴയ കടം മെച്യൂർ ആവുമ്പോൾ അത് പേ ചെയ്യുന്നത് പുതിയ കടം വാങ്ങിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പുതുതായിട്ട് ഈ കടം വാങ്ങിക്കുന്നത് റീഫൈനാൻസ് അടുത്തൊരു 6 മാസത്തിൽ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു $7 ട്രില്യൺ റീഫൈനാൻസ് ചെയ്യുമ്പോൾ, പുതുതായിട്ട് കടം വാങ്ങിക്കുമ്പോൾ US ഗവൺമെൻറ്റിന് ഇപ്പോൾ ഉള്ള ഇൻട്രസ്റ്റ് റേറ്റ്, ട്രഷറി ഈൽഡ് ഇപ്പോൾ ഉള്ള ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കൊടുത്തിട്ട് വേണം ഈ ഒരു $7 ട്രില്യൺ
കടം വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു $7 trillion ഇപ്പോൾ നിലവിലുള്ള 10-year yield എന്ന് പറയുന്നത് 4.2% ആണ്. അതായത് കഴിഞ്ഞ ഒരു 2 വർഷത്തിനുള്ളിൽ ഫെഡറൽ റിസർവ് ഒരുപാട് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയത് കാരണം കൊണ്ട് തന്നെ ട്രഷറി yield ഒരുപാട് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു $7 trillion കടം വാങ്ങിക്കുമ്പോൾ 4.2% yield ഇൻട്രസ്റ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് യു എസ് ഗവൺമെൻറ്റിന് വലിയ രീതിയിലുള്ള ഒരു ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ആണ് അവിടെ ഉണ്ടാക്കുന്നത്. കാരണം എന്താണ്, മുന്നേ ഈ ഒരു $7 trillion കടം വാങ്ങിച്ചിരിക്കുന്നത് വളരെ ലോ ഇൻട്രസ്റ്റ് റേറ്റിലാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ ഒരു ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ളൊരു സിനാരിയോയിൽ ഈ കടം മൊത്തം ഈ ഒരു 7 trillion കടം വാങ്ങിക്കുന്ന സമയത്ത് അതിന് നമ്മൾ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ഒരു ഇൻട്രസ്റ്റ് ആണ്. അത് ഒരുപാട് ഒരു ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ആണ് യു എസ് ഗവൺമെൻറ്റിൻ്റെ മീതെ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിലവിൽ ട്രംപിൻ്റെ ഗവൺമെൻറ്റും മൊത്തത്തിൽ ഒരു എക്കണോമിയിൽ ഒരു അൺസർട്ടനിറ്റി ഉണ്ടാക്കിയിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിലും മൊത്തത്തിലുള്ള ഈ ഒരു എക്കണോമി ക്രാഷ് ചെയ്തിട്ട് ഈ ഒരു ബോണ്ട് പ്രൈസ് കൂട്ടുകയും ബോണ്ടിൻ്റെ ഈൽഡ് കുറയ്ക്കുകയും ചെയ്തിട്ട് ഈ ഒരു ഇൻട്രസ്റ്റ് എക്സ്പെൻസ് കുറച്ചുകൊണ്ട് ഡെറ്റ് റീഫൈനാൻസ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് സാധിക്കുന്നത്? നമ്മളെപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബോണ്ടിൻ്റെ പ്രൈസും ബോണ്ടിൻ്റെ ഈൽഡും ഇൻവേഴ്സ്ലി ആണ് റിലേറ്റഡ്. അതായത് ബോണ്ടിൻ്റെ പ്രൈസ് കൂടുന്ന സമയത്ത് ബോണ്ടിൻ്റെ ഈൽഡ് കുറയും, ബോണ്ടിൻ്റെ ഈൽഡ് കൂടുന്ന സമയത്ത് ബോണ്ടിൻ്റെ പ്രൈസ് കുറയുകയും ചെയ്യും. അപ്പോൾ നിലവിൽ ഇപ്പോൾ ഒരു ഇത്തരത്തിലുള്ള ഇപ്പോൾ ട്രംപ് വന്നേ മുതൽക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നും ന്യൂസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ താരിഫ്, ട്രേഡ് വാർ, അത്തരത്തിലുള്ള ഒരുപാട് അൺസർട്ടനിറ്റി, ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു അൺസർട്ടനിറ്റി ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? റിസ്ക് അസറ്റ്സ് ആയിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റും ബിറ്റ്കോയിനൊക്കെ ആളുകൾ സെല്ല് ചെയ്തിട്ട് ആ ക്യാഷെല്ലാം ആളുകൾ ബോണ്ട് മാർക്കറ്റിലോട്ട് പമ്പ് ചെയ്യും. അപ്പോൾ ബോണ്ട് മാർക്കറ്റിലോട്ട് പമ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബോണ്ടിൻ്റെ പ്രൈസ് കൂടുകയും ബോണ്ടിൻ്റെ ഈൽഡ് കുറയുകയും ചെയ്യും. അപ്പോൾ യു എസ് ഗവൺമെൻറ്റിന് സ്വാഭാവികമായിട്ടും വളരെ ചീപ്പായിട്ട് ഈ ഒരു ഡെറ്റ് റീഫൈനാൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒന്നാമത്തെ ലോജിക്കലായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് ട്രംപിൻ്റെ ടീമും ഗവൺമെൻറ്റും ഇൻറ്റൻഷനലി മാർക്കറ്റിനെ ക്രാഷ് ചെയ്യുന്നു എന്നുള്ളതാണ് പല എക്സ്പേർട്ടുകളും പറയുന്നത്. ഇതിൻ്റെ തന്നെ രണ്ടാമത്തെ ഔട്ട്കം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ബോണ്ടിൻ്റെ ഈൽഡ് കുറയുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കലി ഫെഡറൽ റിസർവിൻ്റെ മീതെ ഒരു പ്രഷർ ഉണ്ടാക്കുകയും ഈ ഫെഡറൽ റിസർവ് ഇപ്പോൾ നിലവിലുള്ള ഇൻട്രസ്റ്റ് റേറ്റ്, അതായത് ഫെഡറൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുകയും മോണിറ്ററി പോളിസി ഒന്ന് ലൂസാക്കുകയും ചെയ്യും. അത് നമ്മൾ എപ്പോഴും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫെഡറൽ റിസർവ് ഒരു ക്രൈസിസ് വരാതെ ഒരിക്കലും ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചിട്ടുള്ള ഒരു ഹിസ്റ്ററി ഫെഡറൽ റിസർവിന് ഉണ്ടായിട്ടില്ല. നമ്മളെപ്പോഴും അതിനുള്ള റീസൺ എന്ന് പറയുന്നത് ഫെഡറൽ റിസർവ് എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് എൻറ്റിറ്റിയാണ്. അതായത് ഗവൺമെൻറ് പറയുന്ന കാര്യങ്ങൾ അതേപടി ചെയ്യാൻ ഫെഡറൽ റിസർവ് ഒരിക്കലും തയ്യാറാവില്ല. അതായത് ഇപ്പോൾ ട്രംപിന് വേണമെന്നുണ്ടെങ്കിൽ ഫെഡറൽ റിസർവിൻ്റെ അടുത്ത് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഫെഡറൽ റിസർവ് ഒരിക്കലും കേൾക്കില്ല. കാരണം ഫെഡറൽ റിസർവ് എപ്പോഴും മാർക്കറ്റിലുള്ള ഡേറ്റയാണ് എപ്പോഴും നോക്കുന്നത്. അതായത് മെയിനായിട്ട് ഫെഡറൽ റിസർവ് നോക്കുന്നത് ഇൻഫ്ലേഷൻ, അതേപോലെ ജോബ് മാർക്കറ്റ്, അതേപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഫൈനാൻഷ്യൽ മാർക്കറ്റ്, സ്റ്റോക്ക് മാർക്കറ്റ് കാര്യങ്ങളൊക്കെ, ബോണ്ട് മാർക്കറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെ പെർഫോം ചെയ്യുന്നു അതിനെ ബേസ് ചെയ്തിട്ടാണ് ഫെഡറൽ റിസർവ് ഇത്തരത്തിൽ ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ് ചെയ്യണോ, ക്വാണ്ടിറ്റേറ്റീവ് ടൈറ്റനിങ് ചെയ്യണോ, ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടണോ കുറയ്ക്കണോ അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു മാർക്കറ്റിൽ മൊത്തത്തിൽ ഒരു അൺസർട്ടനിറ്റി ക്രിയേറ്റ് ചെയ്യുകയും, ഒന്നാമത്തെ കാര്യം ട്രംപിന് ഫെഡറൽ റിസർവിൻ്റെ അടുത്ത് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാൻ പറയാൻ പറ്റില്ല. പക്ഷേ പകരം ഇത്തരത്തിലുള്ള ഈ താരിഫ് കാര്യങ്ങൾ, ട്രേഡ് വാർ കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ മാർക്കറ്റിന് ഒരു അൺസർട്ടനിറ്റി ക്രിയേറ്റ് ചെയ്യുകയും എക്കണോമിനെ കൂടുതൽ ഒരു ബാഡ് സിറ്റുവേഷനിലോട്ട് എത്തിച്ചിട്ട്, ഒരു റിസഷൻ്റെ വക്കിലോട്ട് എത്തിച്ചിട്ട് ഫെഡറൽ റിസർവിന് ഫോഴ്സ്ഫുള്ളായിട്ട് ഒരു ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ് ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് ട്രംപിൻ്റെ പ്ലാൻ എന്നുള്ളതാണ് പല ആളുകളും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. കാരണം എന്താണ്, ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മാർക്കറ്റിൽ ഒട്ടുമിക്ക ബുള്ളിഷ് ആയിട്ടുള്ള ന്യൂസ് കാര്യങ്ങൾ, ട്രിഗർ കാര്യങ്ങളെല്ലാം ഓൾറെഡി വന്നു കഴിഞ്ഞു. അപ്പോൾ ഇനി ഈ ഒരു ക്രിപ്റ്റോ മാർക്കറ്റാണ് എന്നുണ്ടെങ്കിലും, സ്റ്റോക്ക് മാർക്കറ്റ് ആണ് എന്നുണ്ടെങ്കിലും, പ്രോപ്പർട്ടി മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിലും, ഇതൊക്കെ മുകളിലോട്ട് പോകണം എന്നുണ്ടെങ്കിൽ മോണിറ്ററി പോളിസി കുറച്ചും കൂടി ലൂസ് ആവണം, ഇൻട്രസ്റ്റ് റേറ്റ് കാര്യങ്ങളൊക്കെ താഴോട്ട് വരണം, ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ് കാര്യങ്ങളൊക്കെ ഫെഡറൽ റിസർവ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം. എന്നാൽ മാത്രമാണ് മൊത്തത്തിൽ ഈ ഒരു അസറ്റ് പ്രൈസസ് എല്ലാം മുകളിലോട്ട് പോകാനുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ അത് എന്തായാലും ട്രംപ് അഡ്മിനിസ്ട്രേഷൻ, ട്രംപിൻ്റെ ടീമിനും എല്ലാം അറിയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇൻറ്റൻഷനലി മാർക്കറ്റ് ക്രാഷ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇത്തരത്തിൽ എക്സ്പേർട്ടുകൾ പറയുന്ന ഒരു ലോജിക്കൽ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ,
കാരണം ഫെഡറൽ റിസർവ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളെപ്പോൾ ഹിസ്റ്റോറിക്കലി എപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു ക്രൈസിസ് വന്നതിന് ശേഷം മാത്രമാണ് ഈ ഫെഡറൽ റിസർവ് ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ്ങിലോട്ട് കടന്നിട്ടുള്ളൂ, അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ടൈറ്റനിങ് കാര്യങ്ങളെല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2008 മുതൽ 2014 വരെയുള്ള QE നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫൈനാൻഷ്യൽ ക്രൈസിസ് വന്നതിന് ശേഷമാണ്. അതേപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ടൈറ്റനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും ഒരു സ്ട്രോങ് എക്കണോമി ഉള്ളപ്പോൾ, അതേപോലെ ഇൻഫ്ലേഷൻ കൂടുന്ന സമയത്തൊക്കെയാണ്. ഇപ്പോൾ 2020 ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ് സ്റ്റാർട്ട് ചെയ്തത് കൊറോണയ്ക്ക് ശേഷമാണ്. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു റിസഷനും കാര്യങ്ങളും സ്റ്റോക്ക് മാർക്കറ്റ് കാര്യങ്ങളൊക്കെ താഴോട്ട് വരുന്നതിലൂടെ ഫെഡറൽ റിസർവ് വീണ്ടും അവരുടെ ഈ ഒരു മോണിറ്ററി പോളിസി കാര്യങ്ങളൊക്കെ ലൂസാക്കും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിലാണ് ട്രംപിൻ്റെ ഗവൺമെൻറ് കാര്യങ്ങളൊക്കെ ഇത്തരത്തിൽ ചെയ്യുന്നത് എന്നുള്ളതാണ് പല ആളുകളും പറയുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ നിലവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല ന്യൂസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി റിസഷൻ വരാൻ പോകുന്നു, വിത്തിൻ മന്ത്സിനുള്ളിൽ തന്നെ US ഒരു റിസഷനിലോട്ട് എൻ്റർ ചെയ്യും എന്നൊക്കെ പല ആളുകളും ന്യൂസിൽ കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. സോ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എപ്പോൾ ഈ ഒരു മാർക്കറ്റ് വീണ്ടും റിക്കവർ ആവും എന്നുള്ളതാണ്. സോ ഇത് നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് അങ്ങനെ ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. മേ ബി ഒരു മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ കാര്യങ്ങളെല്ലാം നോർമൽ ആവാനുള്ള സാധ്യതയുണ്ട്. മേ ബി ചിലപ്പോൾ ഇത് വീണ്ടും കുറേ ദിവസങ്ങൾ എടുക്കാനുള്ള സാധ്യതയുണ്ട്. മേ ബി ഫെഡറൽ റിസർവ് വീണ്ടും റേറ്റ് കട്ട് കാര്യങ്ങളൊക്കെ വീണ്ടും ഡിലേ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ മാർച്ചിൽ ഈ മാസം വരുന്ന FOMC മീറ്റിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 95% ആളുകളും ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇൻ കേസ് ഇപ്പോൾ അടുത്ത FOMC മീറ്റിംഗ് വിത്തിൻ 8 ഡേയ്സിൻ്റെ ഉള്ളിലാണ്. സോ അടുത്ത FOMC മീറ്റിങ്ങിൽ ഫെഡറൽ റിസർവ് ഇത്തരത്തിൽ ഇൻട്രസ്റ്റ് റേറ്റ് സർപ്രൈസ് ആയിട്ട് കട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ടൈറ്റനിങ് സ്റ്റോപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എപ്പോൾ കട്ട് ചെയ്യും, എപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ് തുടങ്ങും എന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും ഒരു സൂചന തരികയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് വളരെ വലിയ രീതിയിൽ ബുള്ളിഷായിട്ട് റിയാക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. സോ എന്തായാലും ഇപ്പോൾ മെയ്യിലെ പോളിസിയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 50% ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ജൂണിലാണ് എന്നുണ്ടെങ്കിലും റേറ്റ് കട്ടിനുള്ള സാധ്യതയുണ്ട്. സോ മെയ് ജൂണോട് കൂടിയിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് താഴോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അടുത്തൊരു 2 മാസത്തിൻ്റെ ഉള്ളിൽ എന്തായാലും മാർക്കറ്റ് ഒരു നോർമൽ ലെവലിലോട്ട് വരാനുള്ള എല്ലാ സാധ്യതയും. സോ എൻ്റെ അഡ്വൈസ് എന്ന് പറയുന്നത് എപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ്, ബുൾ മാർക്കറ്റ് ഒന്നും തീർന്നിട്ടില്ല. ഈ ഒരു എൻഡ് ഓഫ് ദ ഇയർ 2025 എൻഡോട് കൂടിയിട്ട് നമ്മളിപ്പോൾ കാണുന്ന ബിറ്റ്കോയിൻ്റെ പ്രൈസിനേക്കാളും വലിയ രീതിയിലുള്ള ഒരു പ്രൈസിലോട്ട് തന്നെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് എത്താനുള്ള എല്ലാ സാധ്യതയുണ്ട്. സോ എൻ്റെ അഡ്വൈസ് എന്ന് പറയുന്നത് എപ്പോഴും പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ബിറ്റ്കോയിൻ പറ്റാവുന്നത്ര ബിറ്റ്കോയിൻ വാങ്ങാൻ ശ്രമിക്കുക. എപ്പോഴൊക്കെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് താഴോട്ട് വരുന്നോ അപ്പോഴൊക്കെ ബിറ്റ്കോയിൻ വളരെ അഗ്രസീവായിട്ട് വാങ്ങിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ബിറ്റ്കോയിൻ ആണെന്നുണ്ടെങ്കിലും മൈക്രോ സ്ട്രാറ്റജി ആണെന്നുണ്ടെങ്കിലും ഒക്കെ ഇപ്പോൾ നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു പ്രൈസിലാണ്. സോ മാക്സിമം ബിറ്റ്കോയിൻ വാങ്ങുക. മറ്റുള്ള റിസ്കി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിലൊന്നും വാങ്ങുന്നതിന് പകരം ബിറ്റ്കോയിൻ വാങ്ങാൻ ശ്രമിക്കുക. കാരണം ബിറ്റ്കോയിൻ അറ്റ്ലീസ്റ്റ് എപ്പോഴും ഒരു 70% എങ്കിലും നമ്മൾ ബിറ്റ്കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള എത്ര വലിയൊരു ക്രാഷ് വന്നാലും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് പീസ്ഫുൾ ആയിട്ടിരിക്കാം. പകരം നമ്മൾ വലിയ രീതിയിലുള്ള അലോക്കേഷൻ ആൾട്ട് കോയിൻസിലും മറ്റുള്ള റിസ്കി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യുമ്പോഴാണ് ഇത്തരത്തിൽ ബിറ്റ്കോയിൻ ഒരു 10-15% താഴോട്ട് വരുമ്പോഴേക്കും വലിയ രീതിയിൽ നമ്മുടെ പോർട്ട്ഫോളിയോനെ അത് ബാധിക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ കൂടുതൽ ബിറ്റ്കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യുക. എന്തായാലും ഈ ഒരു കറക്ഷൻ കൂടുതൽ ബിറ്റ്കോയിൻ വാങ്ങാനുള്ളൊരു അവസരമായിട്ട് കാണാൻ ശ്രമിക്കുക. എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇൻഫർമേറ്റീവായി ഹെൽപ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും